viewers, welcome to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി പ്രോഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, പിക്സിയുടെ ഫേസ് ടോണർ ആണ്. ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫേസ് ടോണർ ആണ്. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയുള്ള സ്കിന്നുകാരാണ് യൂസ് ചെയ്യുന്നത് എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോണർ വന്നിട്ട് മെയിനായിട്ടും നല്ല ഏജ്ഡ് ആയിട്ടുള്ള, അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ സ്കിന്നിൽ നിറയെ പിമ്പിൾസ് ഉള്ളവർക്കുമാണ് ഏറ്റവും നല്ലത്. ഇത് എല്ലാത്തരം സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ യൂസ് ചെയ്യുന്നത് സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി എന്തോരം ഉണ്ടെന്ന് നോക്കിയിട്ടാണ് അത് എത്ര വട്ടം ആഴ്ചയിൽ എത്ര വട്ടം യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കെമിക്കൽ എക്സ്പോളിയേറ്റർ ആണ്. കെമിക്കൽ എക്സ്പോളിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പോളിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബ് തന്നെയാണ്. ആക്ച്വലി നമ്മളെല്ലാവരും സ്ക്രബിങ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ പിമ്പിൾസ് ഉള്ളവർക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. അവരുടെ പിമ്പിൾസിലെല്ലാം ഒരഞ്ഞിട്ട് പെയിൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളി പ്രോഡക്റ്റാണ്. ഇത് അപ്ലൈ ചെയ്താൽ മാത്രം മതി, ഇങ്ങനെ ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു 100 ml ബോട്ടിന് ഏകദേശം 1500 ആണ് പ്രൈസ് വരുന്നത്. ബോഡിയിലെ ഏജ്ഡ് ആയിട്ടുള്ള സ്കിൻ സെൽസ് ഒരുപാട് കൊഴിഞ്ഞു പോകും, അതനുസരിച്ച് പുതിയ സ്കിൻ സെൽസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ ഈ ഡെഡ് സെൽസ് എല്ലാം കൊഴിഞ്ഞു പോകാൻ തന്നെ നമ്മുടെ ഫേസിൽ തന്നെ ഇങ്ങനെ ഡിപ്പോസിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് കൂടുതലും ഡള്ളായിട്ടും അതുപോലെ ഏജ്ഡ് ആയിട്ടും റിങ്കിൾസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പോഴ്സ് എല്ലാം ക്ലോസ് ആയി പോകാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ സ്കിൻ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ജീവനില്ലാത്ത പോലെയുള്ള ഒരു ഫീൽ നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന്, ആ ഒരു പ്രോബ്ലത്തിന് പരിഹാരമായിട്ടാണ് ഈ പിക്സി ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു യൂസേജ് വന്നിട്ട് നമ്മുടെ സ്കിൻ എന്തോരം സെൻസിറ്റീവാണ്, നമ്മുടെ സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി വെച്ചിട്ടാണ് ഇത് വീക്കിൽ എത്ര പ്രാവശ്യം യൂസ് ചെയ്യണം എന്നുള്ളത് പറയുന്നത്. ശരിക്കും ഒരു ആക്നെ ഉള്ള സ്കിന്നാണ് അല്ലെങ്കിൽ പിമ്പിൾസ് ഉള്ള സ്കിന്നാണെങ്കിൽ വീക്കിൽ ഒരു ത്രൈസ് അല്ലെങ്കിൽ ട്വൈസ് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നോർമൽ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ വീക്കിൽ വൺസ് ഒക്കെ യൂസ് ചെയ്താലും മതി. ഇത് യൂസ് ചെയ്യാനും വളരെ ഈസിയാണ്. ഒരു കോട്ടൺ പാഡിൽ ഒരു 2 to 3 or 4 ഡ്രോപ്സ് പിക്സി ടോണർ എടുത്ത് നന്നായിട്ടും ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്കിന്നിന് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ സ്കിൻ നല്ലൊരു ഫ്രഷ് ലുക്ക് തരാനും നല്ലൊരു സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്ത് വെക്കാനും വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിസറിൻ, ബയോട്ടിൻ, അതുപോലെ സ്കിൻ പോഴ്സ് ക്ലോസ് ചെയ്യാനായിട്ട് വിച്ച് ഹെസൽ, പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ഏജൻ്റായിട്ട് ജിൻസൺ റൂട്ട് എക്സ്ട്രാക്റ്റ് ആണ് ഇതിനകത്തുള്ളത്. വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ ടോണറാണ്. നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കി വെക്കും. പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിൽ ഓപ്പൺ പോഴ്സ് ഉള്ള ആൾക്കാരുണ്ട്. ഓപ്പൺ പോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചീക്ക് ഏരിയയിലൊക്കെ ആയിട്ട് നമുക്ക് വിസിബിളായിട്ട് നമുക്ക് പോഴ്സ് കാണാൻ പറ്റുന്ന ചില സ്കിൻ ടൈപ്പ് ഉണ്ട്. അവർ ഇത് യൂസ് ചെയ്യുക വഴി അവരുടെ സ്കിൻ പോഴ്സ് ഒരുപാട് ക്ലോസ് ആവാനും അതുപോലെ തന്നെ ഫേസ് നല്ല ക്ലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു റെഗുലർ യൂസ് വഴി നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ ഡ്രൈ സർക്കിൾസ് ഇതെല്ലാം ഫെയ്ഡായി നമ്മുടെ സ്കിൻ ഈവൻ ടോൺ ആവാനും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതൊരു പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കുറച്ച് ബാഡ് സൈഡ് പറയുകയാണെങ്കിൽ ഇതിൽ ആസിഡ് കണ്ടൻറ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല. നൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാം. പക്ഷെ ഡേ ടൈമിൽ നമ്മൾ ഒരു കാരണവശാലും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. മറ്റൊരു പോയിന്റ് എന്ന് വെച്ചാൽ റെറ്റിനോൾ, വൈറ്റമിൻ സി ഇതടങ്ങിയ മോയ്സ്ചറൈസർ ഇതിൻ്റെ ഒപ്പം ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിന്നിൻ്റെ pH ചേഞ്ച് ആവാനുള്ള ചാൻസ് വളരെ അധികമാണ്. ഞാനിത് വീക്കിൽ ഒരു ട്വൈസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ സ്കിന്ന് അങ്ങനെ പിമ്പിൾ ടൈപ്പ് സ്കിന്നൊന്നും അല്ല, പക്ഷേ ഞാനിതൊരു വീക്കിൽ ട്വൈസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഒരു 25 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും തന്നെ സ്കിൻ കുറച്ച് ഏജിങ് ഒക്കെ തുടങ്ങും. അപ്പോൾ ഡെഡ് സ്കിന്ന് പിന്നെ നമ്മുടെ പുറത്തേക്ക് ഇറങ്ങിയാലാണെങ്കിലും ഭയങ്കര പൊടിയുള്ളൊരു അന്തരീക്ഷമൊക്കെ ആണല്ലോ, ചൂടാണ്, പൊടിയാണ്. അതുപോലെ തന്നെ ഡെഡ് സ്കിൻസ് റിമൂവ് ചിലപ്പം നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോഴൊന്നും റിമൂവ് ആയെന്ന് വരത്തില്ല. അപ്പം ഇങ്ങനെ ഒരു സ്കിൻ ടോണർ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.